ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ +1 കെമിസ്ട്രിയിൽ വളരെ അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യുന്നത് പാർട്ട് 3 നമുക്ക് നോക്കാം. അതിൽ വരാൻ സാധ്യതയില്ല. എന്താണ്, ഞാനിന്ന് 2 ക്വസ്റ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്ന. 2 ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം. ന്യൂമറിക്കൽസ് ഇനി അതിൽ അധികം ഇല്ലത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, നല്ല ന്യൂമറിക്കൽസാണ്, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. 1 mol ഓഫ് H2O ആൻഡ് 1 mol ഓഫ് CO. ഓക്കെ, ഇതാണ്, ഇത് വാട്ടറാണ്, ഇത് കാർബൺ മോണോക്സൈഡാണ്. രണ്ടിൻ്റെ ഒരു മോൾ എടുത്തിട്ടുണ്ട്. ടേക്കണേന് എന്താ 10 ലിറ്റർ വെസൽ. ഓക്കെ, അതിൻ്റെ കപ്പാസിറ്റി, വെസലിൻ്റെ കപ്പാസിറ്റി, അതായത് ഒരു പാത്രത്തിൽ എത്ര കപ്പാസിറ്റി ഉണ്ട്, വോളിയം 10 ലിറ്റർ ആണ്. ഹീറ്റഡ് ടു ടെമ്പറേച്ചർ 725 കെൽവിൻ. ഓക്കെ, ചൂടാക്കി. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തിയപ്പോൾ 40% ഓഫ് വാട്ടർ ബൈ മാസ്. അപ്പോൾ എത്രയാണ്, 40 ഗ്രാം വാട്ടറാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ട് റിയാക്ട്സ് വിത്ത് CO അക്കോർഡിംഗ് ടു ഇക്വേഷൻ H2O പ്ലസ് CO ഗിവിങ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എന്താണ് H2 ഗ്യാസ് പ്ലസ് CO2 ഗ്യാസ്. ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്ന് എന്ത് കണ്ടുപിടിക്കണം, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കണം. ആകെ തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് 40% ഓഫ് വാട്ടർ റിയാക്ട്സ് വിത്ത് CO എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ KC കണ്ടുപിടിക്കണം. KC കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുത്ത് നോക്കാം. H2O പ്ലസ് CO ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എന്ന സംഭവം H2 ഗ്യാസ് പ്ലസ് CO2 ഗ്യാസ്. നമുക്ക് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രഷറായിരുന്നു തന്നത്. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ, ഇക്വിലിബ്രിയം പ്രഷർ എന്നെല്ലാം പറഞ്ഞിട്ട് എടുത്തത്. ഇവിടെ കോൺസെൻട്രേഷൻ എടുത്ത് ടേംസിലാണ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാരണം വോളിയം ഒക്കെ അല്ലേ തന്നത്, അപ്പോൾ കോൺസെൻട്രേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനും ഒക്കെ നമുക്ക് നോക്കണം. അപ്പോൾ എന്താ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ വാട്ടർ 1 മോൾസ്, കാർബൺ മോണോക്സൈഡ് 1 മോൾസ്, ഇത് 0. കാരണം പ്രൊഡക്റ്റ് ഫോർമേഷൻ അന്നേരം നടന്നിട്ടില്ല, റിയാക്റ്റിൻ്റെ അത്ര ഉണ്ടായില്ല. അപ്പോൾ ഇതും 0, ഇതും 0. ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തിയപ്പോൾ എന്താണ്, ഇതിനൊരു എക്സ്മോളാർ കോൺസെൻട്രേഷൻ കിട്ടി, ഇതിനൊരു എക്സ്മോളാർ കോൺസെൻട്രേഷൻ കിട്ടി. ഇത് രണ്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ടായി. അപ്പോൾ ഇതെന്നല്ല ഈ പറഞ്ഞ ടോട്ടലായിട്ടില്ല 1 എന്നാണല്ലോ ഈ എക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ബാക്കിയില്ലത്, അപ്പോൾ എന്തായിരിക്കും ബാക്കി ഉണ്ടാവും 1 എന്ന് എന്ത് ചെയ്യുക, എക്സ് കുറക്കും. അപ്പോൾ 1 - ഇതാണ് ലെഫ്റ്റ് ഓവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് ഇപ്പോൾ 16 സെൻറ്റിമീറ്റർ നീളം വലിയൊരു സ്കെയിൽ, അതിൽ ഞാൻ പറയുന്നത് ഞാനൊരു 5 സെൻറ്റിമീറ്റർ ഞാൻ എന്താക്കി, ഈ പറഞ്ഞ ഞാനെന്തോ അളന്നെടുത്ത്, ബാക്കി എത്ര ബാക്കി എങ്ങനെ കണ്ടുപിടിക്കുക, ഈ 16 ഈ പറഞ്ഞ നമ്മൾ എത്രയാണോ എടുത്തത് ആ എക്സ് ഡിസ്റ്റൻസ് കുറക്കും. അപ്പോൾ 5, അപ്പോൾ 11 സെൻറ്റിമീറ്റർ ബാക്കിയുള്ളത്. അങ്ങനെ ഇത് സ്ഥിതി. ഇത് എക്സ് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ടോട്ടൽ എന്ന് അപ്പോൾ എന്ത് സംഭവിച്ചു, എക്സ് കുറഞ്ഞ്. അതാണ് ഈ രണ്ടിൻ്റെയും കോൺസെൻട്രേഷന്, വാട്ടറിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും. അപ്പോൾ എന്താ H2O റിയാക്റ്റഡ് ഈസ് ഈക്വൽ ടു 40% ഓഫ് 1 മോൾ ഓഫ് H2O. അതായത് ഇതിൽ എന്താണ് കംപ്ലീറ്റ് 100% റിയാക്ട് ആകുന്നില്ല, വെറും 40% ഓഫ് 1 മോൾ മാത്രം റിയാക്ട് ആകുന്നില്ല. അപ്പോൾ 1 മോളിൻ്റെ 40% എന്ന് പറയുമ്പോൾ 40/100 ഇൻറ്റു 1 മോൾ. അപ്പോൾ എത്ര കിട്ടും, ഇത് 0, 4/10 എന്ന് പറയുമ്പോൾ 0.4 മോൾസ്. അതാണ് ഏതെന്ന് പറയുന്നത് 0.4 മോൾസ് ഓഫ് വാട്ടർ റിയാക്ട് ആയിട്ടില്ലോ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ എന്താണ് ഈ എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ 0.4 മോൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇതാ അതേപോലെ. അപ്പോൾ ഈ എക്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1 - x അതിൽ നിന്ന് കണ്ടുപിടിക്കുക. 1 - x = 1 - 0.4, അപ്പോൾ 0.6. ഇത് ഒന്നുമില്ലടോ, ഇത് 0.4 ആണെങ്കിൽ ഇത് ഒബ്വിയസ്ലി ഇത് 0.6 ആയിരിക്കും. കാരണം രണ്ടും കൂടി കൂട്ടുന്നപ്പോഴത്തേക്ക് 1 വരണോ. ഇതേ കേസ് 16 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഞാൻ അളന്നിട്ടുണ്ട്, ബാക്കി എന്തായിരിക്കും 11 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇത് 0.4 ആണ്, ഒബ്വിയസ്ലി പിന്നെ ഈ 1 - x 0.6 ആയിരിക്കും. അപ്പോൾ എന്താ നമുക്ക് ഇനി എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് 0.6, ഇത് 0.6, ഇത് 0.4, ഇത് 0.4. ഇനി ജസ്റ്റ് ഇതിൻ്റെ KC എന്ന് പറയുന്ന ഇക്വേഷൻ ജസ്റ്റ് എന്താണ് ഇക്വേഷൻ എഴുതുക, വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ KC = H2 ഇൻറ്റു CO2, അതായത് പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CO2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2O ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ 0.4 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 0.6 ഇൻറ്റു 0.6. അപ്പോൾ ഫൈനലി ആൻസർ 0.444, അപ്രോക്സിമേറ്റ്ലി 0.4 എന്ന് തന്നെ പറഞ്ഞിട്ട് ഫൈനലി ആൻസർ കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇന്ന് നോക്കിയിട്ട് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കുക. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷന്? അവിടെ KCയും KPയും എന്നല്ല, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അതായത് എന്താണ് ബാക്കിയിൽ തന്നിട്ടുണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈ പറഞ്ഞ എന്താണ് ഓഫ് ഐസ്, അതായത് ഈച്ച് ഓഫ് ദ സബ്സ്റ്റൻസസ് ഇൻ ഇക്വിലിബ്രിയം ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ICl എന്താ അയോഡിൻ ക്ലോറൈഡ് അങ്ങനെ എന്തോന്നും പേര് പറയാം, എനിക്ക് എക്സിൻ്റെ എക്സാക്ട് പേര് അറിയില്ല, വാസ് 0.78 മോളർ. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.78 മോളർ. അതേപോലെ ഇവർ തന്നിരിക്കുന്ന വേറൊരു ഡാറ്റ എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ക്വസ്റ്റിനിൽ തന്ന സാധനമാണ്. ഇതിൻ്റെ ആക്ച്വലി എന്ത് തന്നിട്ടുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂ വരെ KC ഇവിടെ 0.14 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, അല്ലാണ്ട് ഇവർ ഇവിടെ ആൻസറിൻ്റെ ഭാഗമായിട്ട് എഴുതി ചേർച്ചയല്ല.
ഐ മീൻ എന്താ കാരണം ഇത് ബോൾഡ് ലെറ്ററല്ലേ, ഇത് നിങ്ങൾ നോക്ക്, ഇത് കുറച്ചും കൂടി ഈ ബോൾഡ് ടെക്സ്റ്റ്, അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ ടെക്സ്റ്റ്. അപ്പോൾ ഇത് ആൻസറാണ്, പക്ഷേ ഇതെന്താണ്, ഇത് ബോൾഡ് കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ക്വസ്റ്റിൻ്റെ ഒപ്പരില്ലതാ. അതേപോലെ ഈ റിയാക്ഷനും ക്വസ്റ്റിൻ്റെ ഒപ്പരം തന്നെ കൊടുത്തതാ. 2ICl ഗിവിംഗ് ഇസ് എൻ ഇക്വിലിബ്രിയം വിത്ത് I2 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ്. കണ്ടുപിടിക്കാമല്ലോ. എന്താ കണ്ടുപിടിക്കണം? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഏതിൽ റിയാക്ഷൻ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക. 2ICl ഗിവിംഗ് I2 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതായത് 0.78 മോളാർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന്. അതേസമയം ഇതപ്പോൾ എന്താണ്, ഇനീഷ്യലിയിലെ കണ്ടീഷനിൽ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ 0, I2ൻ്റെ കോൺസെൻട്രേഷൻ 0, Cl2ൻ്റെ കോൺസെൻട്രേഷൻ 0. ഒരു ടൈം T കഴിഞ്ഞപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തി. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ അപ്പോൾ എന്ത് സംഭവിച്ച്, ഇവിടെ എക്സ് എന്ന് പറയുന്നൊരു കോൺസെൻട്രേഷൻ വന്ന്, ഇവിടെ എക്സ് എന്ന് പറയുന്നൊരു കോൺസെൻട്രേഷൻ വന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ x + x എന്ന് പറയുമ്പോൾ 2x ആയി. അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ 0.78 ഞാനതിലൊരു 2x ഡിസ്റ്റൻസ് എന്ത് ചെയ്ത് കവർ ചെയ്ത്. അപ്പോൾ ഇനി ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും, 0.78 മൈനസ് ആ പറയുന്ന 2x. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 0.78 മൈനസ് 2x. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എന്താണ് സംഭവം മനസ്സിലായി. ഇത് എക്സാക്ട്ലി ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞു തരേണ്ട, പക്ഷേ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പരമാവധി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ സാധനം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് ഒരു തിരിഞ്ഞു മറിഞ്ഞും കളിക്കേണ്ടി വരുന്ന. ഇനി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ KC തന്നിട്ടുണ്ട്. അപ്പോൾ KCന് ഇക്വേഷൻ എഴുതിയിട്ട് ഈ KC 0.14 ആണല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ICl. ഈ സാധനം കണ്ടുപിടിക്കണം. ഇത് കണ്ട ICl, ഇത് കണ്ടുപിടിക്കണം നമ്മൾ. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇവിടെ എന്തായാലും എക്സ് എന്നെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു വേരിയബിൾ സോൾവ് ചെയ്യാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. KC = കോൺസെൻട്രേഷൻ ഓഫ് I2 കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ICl. പിന്നെ ഇവിടെ 2 എന്ന് പറയുന്നൊരു ഫാക്ടർ ഇല്ലോണ്ട് അതിൻ്റെ സ്ക്വയർ, ഐ മീൻ അതിൻ്റെ റേസ് ടു ആ പവർ. അപ്പോൾ 2 ആയതുകൊണ്ട് ഇവിടെ 2. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എക്സ്, പിന്നെന്താ ഈ പറഞ്ഞ എന്താണ് ഈ Cl2ൻ്റെ കോൺസെൻട്രേഷൻ എക്സ് ഡിവൈഡ് ബൈ ഇതിൻ്റെ എത്ര കോൺസെൻട്രേഷൻ 0.78 മൈനസ് 2x ഇത് ഹോൾ സ്ക്വയർ ഉണ്ട്. ഇതെത്ര ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ KC തന്നിട്ടുണ്ട് 0.14. ഇനി എന്താ ചെയ്യുക, x × x x² ആണ്. അതേപോലെ എന്താ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു എന്താണ് ഇത് ഇവിടെ x² ഡിവൈഡഡ് ബൈ 0.78 മൈനസ് 2x എന്താണ് = 0.14. ഒരു കാര്യം ചെയ്യുക, ഐ മീൻ ഇതിൻ്റെ സ്ക്വയർ ഉണ്ട്. ഇതെന്തായാലും സ്ക്വയർ റൂട്ട് വെച്ചിട്ട് നമ്മൾ അധികം കളിക്കുന്ന അത്ര നല്ല കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് സൈഡിൽ സ്ക്വയർ എടുക്കും. ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്ത് ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്ത് അന്നേരം എന്ത് സംഭവിക്കും, ആ സ്ക്വയർ റൂട്ട് അങ്ങ് തട്ടിപ്പോവും. അപ്പോൾ ഇവിടുത്തെ സ്ക്വയറും ഈ റൂട്ടും കൂടി തട്ടിപ്പോയി, ഈ സ്ക്വയറും ഈ റൂട്ടും കൂടി തട്ടിപ്പോയി, ഈ റൂട്ട് അവിടെ തന്നെ നിന്ന്. അപ്പോൾ x² സ്ക്വയർ റൂട്ട് എക്സ്, പിന്നെ എന്തുണ്ട് ഇവിടുത്തെ ഒരു ഹോൾ സ്ക്വയർ എന്നുള്ള സാധനം തട്ടിപ്പോയിട്ട് 0.78 മൈനസ് 2x മാത്രം ബാക്കിയായി. ഈക്വൽ റൂട്ട് 0.14. അല്ലെങ്കിൽ എന്താ റൂട്ട് 0.14. ഇത് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾ കാൽക്കുലേറ്റർ അടിക്കുക, റൂട്ട് എടുക്കുക, ഈ വാല്യൂ അടിക്കുക, അന്നേരം 0.374 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എന്താ ഈ പറഞ്ഞ 0.78 അല്ലേ. ഓക്കെ. ഇനി എന്ത് ചെയ്ത് ഇതിന് അങ്ങോട്ടേക്ക്, അതായത് അത് ഞാൻ വേറെ കാണിച്ചു തരാം. എക്സ് ഡിവൈഡഡ് ബൈ 0.78 മൈനസ് 2x = എത്ര ഉണ്ട് 0.374. ഒരു കാര്യം ചെയ്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ x × 1 x = 0.78 ഇൻറ്റു ഈ 0.374 ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസറാണ് ഈ 0.29172. പിന്നെ എന്തുണ്ട് മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 0.374. അപ്പോൾ മൈനസ് എന്താണ് -2 ഇൻറ്റു, അതായത് ഈ 2 എന്ന് പറയുന്ന ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഉണ്ട്, പിന്നെ 0.748. അതായത് ഇതിൻ്റെ നേരെ ഡബിൾ എന്ന് പറയുന്നത് ഈ 374ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എന്താണ് 784 ആണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തുണ്ട് അത് എക്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്യുക, ഇതിനിപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താണ് 0.784 എക്സ് പ്ലസ് എക്സ് = 0.29172. ഇനി മൊത്തം മാത്തമാറ്റിക്സ് ആണ്. ഇതിൽ നിന്ന് ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യുക, എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 പ്ലസ് 0.784 = എന്താണ് 0.29172. ഇപ്പോൾ എക്സ് ഇൻറ്റു ഇത് 1 പ്ലസ് ചെയ്യുന്ന സമയത്ത് 1.784 അങ്ങനെയല്ല, അതെ 1.784 = 0.29172. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇതിനെ താഴെ പറഞ്ഞേക്കണം. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ, അതായത് താഴെ പാതാളത്തേക്ക് ചോർട്ടി പറഞ്ഞേച്ചോ. അപ്പോൾ എക്സ് = 0.29172 ഡിവൈഡ് ബൈ ഈ സാധനത്തിന് താഴെ പറഞ്ഞേച്ചു 1.748. അപ്പോൾ എന്ത് കിട്ടും 0.1668. ഓക്കെ, എക്സ് കിട്ടി. പക്ഷേ ഇതാണ് നമ്മൾ ആൻസർ അല്ല, അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുക. ഇത് ആൻസർ അല്ല.
അതെന്തുകൊണ്ടാണ്? കാരണം കോൺസെൻട്രേഷൻ ഓഫ് ICL ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് I2OCl ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരേ, കാരണം അത് രണ്ടിൻ്റെ എക്സ് ആണ്. അപ്പോൾ എക്സ് കണ്ടുപിടിച്ചുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് തീർത്താം. പക്ഷേ ഇവിടെ ചോദിച്ചത് അതല്ല. ഇവിടെ കോമഡി എന്ന് പറയുന്നത് ഇവിടെ ICL ചോദിച്ചത്. ICL കോൺസെൻട്രേഷൻ എന്താ? 0.78 - 2x. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? 0.78 - 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? 0.1668. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഈക്വൽ ടു ഏതെന്ന് പറയുന്നത് ഇതാ 0.45, അപ്രോക്സിമേറ്റ്ലി 0.45. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സന്തോഷിക്കില്ലല്ല. എന്ത് ചെയ്യണം? ഇതാണ് ഇതിൻ്റെ 0.78 - 2x. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം നിങ്ങൾ. ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് 0.78 - 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ടേം കിട്ടൂ. അപ്പോൾ ഇതിന്ന് എന്ത് ചെയ്യുക? ഇത് കുറക്കുക. അന്നേരം കിട്ടുന്ന ഫൈനൽ ആൻസറാണ് 0.45. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ട്രിക്കി പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ എക്സ് കണ്ടുപിടിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ വരെയൊക്കെ വായിക്കണം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ I2-ൻ്റെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ CL2-ൻ്റെ എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എക്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കീർത്താം. പക്ഷേ ചോദിച്ചിരിക്കുന്ന ICL-ൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റിലേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ആ പറയുന്ന ICL-ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇതായിരുന്നു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഇനി അടുത്ത പാർട്ട് കാണാം.